അപ്പോഴേക്കും അടുത്ത സാറ് വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങി. അവളുടെ മനസ്സ് വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. ജുബി, ഡി, ഒരുത്തൻ ജനൽ വഴി നിന്നെ തന്നെ നോക്കി നിൽക്കുന്നു. കൂട്ടുകാരി ഫസീല വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവളും അവനെ കണ്ടത്. ഷോ, ഫാരിസ്! അവള് എണീറ്റ് അവൻ്റെ അടുത്തേക്ക് നടന്നു. എന്തിനാ ഇവിടെ വന്നത്? സാറ് ക്ലാസ്സിലേക്ക് വരാനായി, പെട്ടെന്ന് പൊക്കോ. ഞാൻ നിന്നെ കുറച്ച് സമയം കൂടി കാണട്ടെ എൻ്റെ പൊന്നെ. ഡാ, മര്യാദക്ക് പൊക്കോ, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് സാറ് ക്ലാസ്സിലേക്ക് കയറി വന്നത്. ജുബി, ആരാത്? സാറിൻ്റെ ചോദ്യം. അവൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അത് പിന്നെ സാറേ, എനിക്കറിയില്ല അവനെ. അറിയാത്തവരോട് നീ എന്തിനാ സംസാരിക്കാൻ പോയത്? അത് പിന്നെ ഇവൻ ഇതിലൂടെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ. ഇയാള് ആ ബുക്ക് സ്റ്റാളിലുള്ളതല്ലേ? അതെ മാഷേ. നിനക്കെന്താ ഇവിടെ കാര്യം? ഇവളെ കാണാൻ വന്നതാ. ഉടനടി അവൻ മറുപടി കൊടുത്തു. ആണോടി എന്ന്. അവളുടെ കയ്യിലേക്ക് ഒറ്റ വീശലായിരുന്നു ചൂരൽ കൊണ്ട്. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. വടികൊണ്ട് ബെഞ്ചിൽ അടിച്ചുകൊണ്ട് സാറ് ചോദിച്ചു. ജുബി, എവിടെയാ? ഇവിടെയൊന്നും അല്ലേ? ആരെ സ്വപ്നം കണ്ടിരിക്കുവാടി? ഞാനിപ്പോൾ പറഞ്ഞത് വല്ലതും കേട്ടോ താൻ? അവൾ ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് വന്നു. ഒന്നും മനസ്സിലാവാതെ അവൾ സാറിനെ നോക്കി. കേട്ടോ എന്ന്? ഇല്ല എന്നവൾ തലയാട്ടി. എങ്ങനെ കേൾക്കാനാ? സ്വപ്നലോകത്തല്ലായിരുന്നോ? അത് കേട്ടതും അവൾ നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. കുട്ടികളെല്ലാവരും അവളെ സഹതാപത്തോട് നോക്കി. ഇങ്ങനെ കരയാൻ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മതി. ആ, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. അയാൾ ബോർഡിൻ്റെ അടുത്തേക്ക് നീങ്ങി. അയാൾ അങ്ങനെ പറഞ്ഞെന്ന് കരുതി എന്തിനാ നീ കരയുന്നത്? കൂട്ടുകാരുടെ ചോദ്യത്തിന് മുന്നിൽ ഒന്നും പറയാൻ കഴിയാതെ അവൾ തല താഴ്ത്തി. ആരും ഒന്നും മിണ്ടാതെ പരസ്പരം അവളെ മാറി മാറി നോക്കി. ലാസ്റ്റ് ക്ലാസ്സും കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്നും ഇറങ്ങി ഗേറ്റിനോട് അടുത്തെത്തിയപ്പോൾ ആരും അവളെ പിറകിൽ നിന്നും വിളിക്കുന്നതായി അവൾക്ക് തോന്നി. അവൾ തിരിഞ്ഞു നോക്കി. അത് അവരെ പഠിപ്പിക്കുന്ന റഫീഖ് സാറായിരുന്നു. തിരക്കുണ്ടോ? എനിക്കല്പം സംസാരിക്കാനുണ്ടായിരുന്നോ? അവൾ എന്താണ് പറയാനുള്ളതെന്ന ഭാവത്തിൽ സാറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ചെല്ലുന്നത് കണ്ടില്ലേൽ മോൾ ഉണർന്ന് ബഹളം വെക്കും. എന്നാ ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി നിൽക്കാവോ? ഇഷ്ടമില്ലാത്ത ഭാവത്തോടെ അവൾ തലയാട്ടി. നിങ്ങൾ ഈ കഥ കേൾക്കുന്നത് ലൈക്ക് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണിൽ കൈ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിൻ്റെ മുജിബ്ക്കയോട്. അറിയാം. നമ്മൾ രണ്ടുപേരും ഒരേ ദുഃഖം അനുഭവിക്കുന്നവരാ ജീവിതത്തിൽ, അല്ലേ? വിധി നമ്മളിൽ തീർത്ത വേർപാടിൻ്റെ ദുഃഖം. അതിനും അവളൊന്ന് മൂളി. എനിക്ക് ഒരു മോനും നിനക്കൊരു മോളും ഉണ്ട്. നിന്റെ മുഖം കണ്ടാലറിയാം മനസ്സ് വീട്ടിലും ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന്. കൂടുതൽ നേരം ഞാൻ തന്നെ പിടിച്ചു നിർത്തുന്നില്ല. അവൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. തൻ്റെ മറുപടി എന്തായാലും അറിയിക്കണം. ഓ, ഞാനിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് മതി. എല്ലാം എനിക്കറിയാം. ഞാനും അങ്ങനെ കരുതിയതാ. പക്ഷേ നിന്നെ കണ്ടപ്പോൾ നിൻ്റെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് തന്നോട് വല്ലാത്ത സ്നേഹവും ബഹുമാനം തോന്നുന്നുണ്ടല്ലോ. ഞാൻ പോയി മാഷേ. മോള് നോക്കിയിരിപ്പാകും. ഞാനിപ്പോൾ എന്ത് മറുപടിയാണ് തരിക? എനിക്കറിയുന്നില്ല. പിന്നെ കാണാം. അവൾ അതും പറഞ്ഞ് ബാഗ് ഒന്നുകൂടെ തോളിലേക്ക് നീക്കി അങ്ങ് ദൂരേക്ക് നടന്നകലുന്നത് വരെ അയാൾ അവളെ തന്നെ നോക്കി നിന്നു.
ഒരു ചെറിയ പ്രതീക്ഷയുടെ ഒരംശം ഉള്ളിൽ നെയ്തുകൊണ്ട്. ഇഷ്ടക്കുറവൊന്നും കാണില്ലായിരിക്കാം അല്ലേ? അയാൾ സ്കൂളിൻ്റെ ഒരറ്റത്ത് പാർക്ക് ചെയ്ത ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. ഛേ, ആകെ ചമ്മിയ പോലെയായി. ഞാൻ ഇനി നാളെ എങ്ങനെയാ അങ്ങേരോട് മുഖത്ത് നോക്കുക? അത് പോട്ടെ, അയാളോട് എന്ത് മറുപടി പറയും? രണ്ടാമത് വിവാഹം കഴിക്കാൻ എന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനോട് തോന്നുന്ന സഹതാപമോ അതോ സ്നേഹമോ? വിവാഹമേ വേണ്ടെന്ന് വെച്ച ആദ്യ ഭർത്താവിന് മനസ്സിലിട്ട് നടക്കുന്നവരോട് തോന്നിയ ആരാധനയോ? ബസ്സിലിരുന്ന് അവൾ ഓരോന്നോർത്തു. എടാ മുജീബേ, മോളെ കാണാനില്ലല്ലോ. അവൾ എത്തുന്ന സമയം കഴിഞ്ഞല്ലോ. നീ അവളുടെ കോളേജിലേക്കൊന്ന് വിളിച്ചു നോക്ക്. എന്നും കയറുന്ന ബസ് കിട്ടിയിട്ടുണ്ടാവില്ല. അതാ പറഞ്ഞ് നാക്കെടുത്തില്ല. ഇതാ വരുന്നു അവള്. ആ മോളെ, എന്താ വൈകിയേ? സാധാരണ വരുന്ന ബസ്സിലല്ലായിരുന്നു ഇന്ന് വന്നത്, അതാ ലേറ്റായത്. മോള് കാണണ്ടേ എന്നെ? ഞാൻ പോയി കുളിച്ച് വേഷം മാറിയിട്ട് വരാം. ചെല്ല്, ഞാൻ അവളെ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചോളാം. അവൾ വേഗം ചെന്ന് വാഷിംഗ് റൂമിലേക്ക് കയറി. ഉമ്മ, അവളെ ശ്രദ്ധിച്ചോ? എന്താടാ? അവളുടെ മുഖത്ത് ചെറിയൊരു സന്തോഷം തോന്നില്ലേ? ഇനി എനിക്ക് അങ്ങനെ തോന്നിയതാവോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ജുബി കുളിയൊക്കെ കഴിഞ്ഞ് വേഷം മാറി അടുക്കളയിൽ വന്ന് ചായ കുടിച്ച് ഉമ്മയുടെ കയ്യിൽ നിന്നും മോളയും വാങ്ങി അവളുടെ റൂമിലേക്ക് നടന്നു. അവളുടെ മനസ്സിൽ അയാൾ പറഞ്ഞ വാക്കുകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. നാളെ ഇനി ചെല്ലുമ്പോൾ എന്ത് പറയും? എനിക്കതിന് കഴിയുമോ? എൻ്റെ മനസ്സ് അയാളെ സ്വീകരിക്കുമോ? എൻ്റെ ഫാരിസൊക്കെ എന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വേറൊരാളെ എങ്ങനെയാ? ഇനി എനിക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞാൽ മാഷിന് വിഷമാകുമോ? ഛേ, ആകെ കൂടി പ്രയാസത്തിലായല്ലോ. എന്ത് പറയണമെന്നറിയാതെ. ഉമ്മയോട് പറയാം, അവർ തീരുമാനിക്കട്ടെ എന്ത് പറയണമെന്ന്. ഇത് കേട്ടാ ഇനി എല്ലാവരും എന്നെ കളിയാക്കുമോ ആവോ? മോളെ ബെഡിൽ കിടത്തിക്കൊണ്ടവൾ അവളുടെ കൂടെ ചേർന്ന് കിടന്നു, അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട്. എന്നിട്ടവൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തു. എന്താ റബ്ബേ, ഞാനിങ്ങനെ വന്നത് മുതൽ, അല്ല ബസ്സിൽ കയറിയത് മുതൽ മാഷ് പറഞ്ഞ വാക്കുകളാണല്ലോ മനസ്സിൽ. അവൾ മോളുടെ മുഖത്ത് തുരുതുരാ ഉമ്മ വെച്ചു. ജൂബി, വന്നത് മുതൽ റൂമിനകത്താണല്ലോ, എന്ത് പറ്റി? മുജീബിൻ്റെ ഭാര്യ നെസി അവളോട് ചോദിച്ചപ്പോൾ അവൾ അറിയാതെ അവളുടെ ചുണ്ടുകൾ പുഞ്ചിരിച്ചു. എന്താടി, എന്താ നീ ചിരിക്കുന്നേ? ഒന്നുമില്ല ഇത്തുസേ. അതല്ല, എന്തോ ഉണ്ട്, പറഞ്ഞോ. എന്നെ കളിയാക്കിയില്ലെങ്കിൽ പറയാം. മനുഷ്യനെ വട്ടാകാതെ കാര്യം പറ പെണ്ണേ. അവൾ മാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഇത്തുവിനോട് വിവരിച്ചു. അമ്പടി, അതാണ് അപ്പോൾ റൂമിൽ കയറിയിരിപ്പും ഈ ചുണ്ടിലെ പുഞ്ചിരിയുമല്ല. എനിക്ക് അങ്ങോട്ടൊന്നുമില്ല. അയാൾ പറഞ്ഞത് ഓർത്തപ്പോൾ ചിരി വന്നെന്നുള്ളൂ. എന്നിട്ട് എന്താ നിന്റെ അഭിപ്രായം പെണ്ണേ? എനിക്കറിയില്ല, ഞാൻ എന്താ പറയാ. നീ സാധാരണ എല്ലാവരോടും പറയാനുള്ള ഡയലോഗ് അങ്ങ് കാച്ചു പെണ്ണേ. അവളുടെ മുഖം മങ്ങുന്നത് നെസി ശ്രദ്ധിച്ചു. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി എറിഞ്ഞു നോക്കിയതാ. അതിനെപ്പറ്റി പിന്നീട് ആലോചിക്കാം. ദിവസങ്ങൾ ഇനിയും നീണ്ടു കിടപ്പല്ലേ. നീ വന്നു വല്ലതും കഴിക്ക്. ഇതാ വരുന്നു ഇത്തു. ഛേ, ചിരിക്കണമെന്ന് കരുതിയതല്ല, പക്ഷേ അറിയാതെ ഇതെന്ത് വിചാരിച്ച് കാണുമോ എന്തോ. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അവൾ ശരിക്കും പഴയ ജുബിയായി മാറുകയായിരുന്നു. അവൾ പോലും അറിയാതെ, ആരും കാണാതെ മൂളിപ്പാട്ട് പാടുകയും ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുകയും എല്ലാവരും തമാശകൾ പറയുകയും അങ്ങനെ അവൾ പോലും അറിയാതെ അവൾ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പതിവിലും വിപരീതമായി ജീവിതത്തിൽ കടന്നു വരുന്ന ദുഃഖങ്ങളും സന്തോഷങ്ങളും ഫാരിസിൻ്റെ ഫോട്ടോ എടുത്ത് മടിയിൽ വെച്ച് പങ്കുവെക്കുന്ന നിമിഷങ്ങളിലായിരുന്നു അവൾ. അതിനിടയിലാണ് ഫോൺ ശബ്ദിച്ചത്. അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കഥയുടെ
ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ്. കഥ കേൾക്കുന്നത് ലൈക്ക് ചെയ്യാതെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.